നമസ്കാരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഭരണഘടന ഉണ്ടാക്കാനുള്ള ചുമതല ഏറ്റവും നിർണായകമായിരുന്നു. വേണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകാതെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കാനോ സംഘടിക്കാനോ ശക്തരാകാനോ സ്വതന്ത്രമായി രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായി വിഹരിക്കുന്നതിനോ തിരഞ്ഞെടുക്കപ്പെടുന്നതിനോ ഒക്കെയുള്ള അവകാശങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങളാണ് ഭരിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കാണ് പരമാധികാരം. ജനഗണമന എന്ന നമ്മുടെ ദേശീയ ഗാനത്തിലും നാം പാടുന്നത്, നിത്യവും പാടുന്നത് അതുതന്നെയാണ്. ജനഗണമന അധിനായക ജയഹേ എന്നാണ്. ജനങ്ങളുടെ മനസ്സിൻ്റെ തീരുമാനം വിജയിക്കട്ടെ എന്നാണ് ദേശീയ ഗാനത്തിൽ പോലും നാം പാടുന്നത്. അപ്പോൾ ജനങ്ങളുടെ മനസ്സാണ്, ജനങ്ങളുടെ തീരുമാനമാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ എങ്കിൽ സ്വാതന്ത്ര്യം ഭരണഘടന വിഭാവനം ചെയ്യുകയും സംഭാവന ചെയ്യുകയും ചെയ്തപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൽ വ്യക്തി സ്വാതന്ത്ര്യവും സംഘടനാ സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ടായിരുന്നപ്പോഴും കുറ്റവാളികളെ, ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരെ, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ തടയുന്നവരെ, രാജ്യത്തിൻ്റെ ക്രമസമാധാനം തടസ്സപ്പെടുത്തുന്നവരെ എല്ലാം സ്വാതന്ത്ര്യത്തിൽ നിന്ന് തടഞ്ഞു വയ്ക്കുന്നതിനും നിയമമുണ്ടാക്കി എന്നുള്ളതാണ് സത്യം. രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സമാധാനത്തിൽ ഇന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ കാവൽക്കാരായി കൊടുമഞ്ഞിലും കൊടും ചൂടിലും രാജ്യത്തിൻ്റെ അതിർത്തികളെ പരിപാലിക്കുന്നതിനുള്ള ഭടന്മാരുണ്ട് എന്ന് നാം ഓർമ്മിക്കണം. അനേകം പോലീസ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്ന ധാരാളം പോലീസുകാരുടെ കഠിനമായ, നിരന്തരമായ, നിസ്വാർത്ഥമായ സേവനം കൊണ്ടാണ് രാജ്യത്തിൻ്റെ ക്രമസമാധാനം പുലരുന്നത് എന്നും നാം ഓർമ്മിക്കണം. അങ്ങനെയിരിക്കെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും രാഷ്ട്രീയ പാർട്ടിയുടെ ആദർശങ്ങളിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയും പിന്നീട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാരണങ്ങളാൽ ഇറങ്ങിപ്പോവുകയും മറ്റ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും അതേക്കുറിച്ച് ഉറക്കെ പറയുകയും ഉറക്കെ പ്രസംഗിക്കുകയും ചെയ്ത കുടുംബസ്ഥനായ ഒരു വ്യക്തിയെ അയാളുടെ ഭാര്യയുടെ താലി അറുത്തുകൊണ്ട്, അയാളുടെ കുഞ്ഞുങ്ങൾക്ക് പിതൃത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, വൈധവ്യം ഭാര്യയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് രാജ്യത്തെ ഞെട്ടിച്ച, രാജ്യത്തെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു കൊലപാതകം നടന്നിരുന്നു. അതായിരുന്നു TP വധം. ആ സംഭവം അന്ന് കേരളത്തിനെ വല്ലാതെ ഉലച്ചതാണ്. അന്ന് കേരളത്തിലെ ജനം ഒന്നടങ്കം വിഷമത്തോടെയും വേദനയോടെയും ഭയാനകമായ ആ സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുകയും വിവരിക്കുകയും ചെയ്തതാണ്. പബ്ലിക് പ്രോസിക്യൂട്ടറും പോലീസും കോടതിയും എല്ലാം കൂലങ്കഷമായി ചർച്ച ചെയ്യുകയും പരിശോധിക്കുകയും പഠിക്കുകയും വിധിക്കുകയും ചെയ്താണ് കുറ്റവാളികൾക്ക് ജയിൽ ശിക്ഷ നൽകിയത്. അങ്ങനെ കുറ്റവാളികളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരെ ജയിലിലാക്കുന്നതിന് കാരണം അവരുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ള ഭരണഘടനയിൽ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് നൽകാനുള്ള ശിക്ഷയുടെ ഭാഗമായി ഉണ്ടാക്കിയ ഇന്ത്യൻ പീനൽ കോഡിൻ്റെയും ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെയും എവിഡൻസ് ആക്ടിൻ്റെയൊക്കെ ഫലമായി ഉണ്ടായ ആ ശിക്ഷാവിധി അത് കുറ്റവാളികൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് എന്നിരിക്കെ കുറ്റവാളികളെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജയിലിൽ പോയി സന്ദർശിച്ചു എന്നതിന് രാഷ്ട്രീയമായി കാണാവുന്നതാണ്. ഞാനതിനെ കുറ്റപ്പെടുത്തി ഒന്നും പറയുന്നില്ല. കുറ്റവാളികളെ സന്ദർശിക്കാൻ അതേ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്ക് പോകാൻ സാധിക്കും. പക്ഷേ ഈ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അങ്ങനെയുള്ള കുറ്റവാളികളെ കാണുമ്പോൾ അവരുടെ കുറ്റകൃത്യത്തിന് അതൊരു പ്രോത്സാഹനമാണ് എന്ന കാര്യം മറന്നു പോകരുത്. ഇപ്പോൾ ഇന്നത്തെ നിയമസഭയിലെ ചർച്ചാ വിഷയമായ കുറ്റവാളികളുടെ ശിക്ഷ ഇളവ് ചെയ്യുന്നത് സംബന്ധിച്ച് ഗവൺമെൻറ് എടുക്കാൻ സാധ്യതയുള്ള ഇളവ് നടപടികളെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇളവ് ഈ കുറ്റവാളികൾ അർഹിക്കുന്നുണ്ടോ എന്ന് ഭരണകൂടം പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് കുറ്റവാളികളെ ശിക്ഷിച്ച് ജയിലിലേക്ക് അയക്കുന്നത്? ഇത് സമൂഹത്തിനും കൂടെ ഒരു പാഠമാകുന്നതിന് വേണ്ടിയാണ്. അവർ ജയിലിൽ സുരക്ഷിതരായി സ്വസ്ഥമായി ജീവിക്കുമ്പോൾ അവർക്ക് അവരുടെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച്
ചിന്തിക്കാൻ അവസരം ലഭിക്കും. അവർക്ക് ലഭിക്കുന്ന ട്രെയിനിങ്ങിലൂടെ അവർക്ക് ഒരു പക്ഷേ അവരുടെ കുറ്റകൃത്യങ്ങളെ ഉപേക്ഷിക്കാനും നന്നാകാനും സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കുന്നതിനുമുള്ള മാനസാന്തരം ലഭിക്കുന്നതിനുള്ള സാഹചര്യമുണ്ടാകും. അവർക്ക് ജയിലിൽ നൽകുന്ന കൗൺസലിംഗ്, അവർക്ക് നൽകുന്ന ട്രെയിനിങ് ഒക്കെ തെറ്റിൽ പെട്ടുപോയ മനുഷ്യരുടെ പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ക്രിമിനൽ വാസനകളിൽ നിന്ന്, മാനസിക തെറ്റായ വ്യാപാരങ്ങളിൽ നിന്ന് ഒക്കെ അവരെ രക്ഷിക്കുന്നതിനുള്ള പരിപാലന പ്രക്രിയകളായിട്ടാണ് ജയിലിലുള്ള ഇത്തരം പരിശീലനങ്ങളും ഉള്ളത്. അങ്ങനെയിരിക്കെ അവർ മാനസികമായി തെറ്റിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന് ബോധ്യം വരുത്തേണ്ട ഉത്തരവാദിത്വവും ഭരണകൂടത്തിന് ഉള്ളതാണ്. കുറ്റവാളികൾ ജയിലിൽ ശിക്ഷ അനുഭവിച്ച് ജീവിക്കുമ്പോൾ പൊതുജനം സമൂഹത്തിൽ സമാധാനമായി സ്വസ്ഥമായി ജീവിക്കും. കാരണം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ സ്വാതന്ത്ര്യത്തെയാണ് നിയമം മൂലം തടസ്സപ്പെടുത്തുന്നത്. പക്ഷേ നിയമം മൂലം തടസ്സപ്പെടുത്തി അവരെ ജയിലിൽ പാർപ്പിക്കുമ്പോഴും ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും മരുന്നാണെങ്കിലും മറ്റു സൗകര്യങ്ങളാണെങ്കിലും നൽകി അവരെ പരിപാലിക്കുന്നതിനും ഖജനാവിൽ നിന്ന് പണം ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അങ്ങനെയിരിക്കെ കൊടും ക്രൂരത ചെയ്തു എന്ന് കോടതി വിധിയെഴുതിയ കേസിലെ പ്രതികളായ വ്യക്തികളെ രാഷ്ട്രീയമായ ലാക്കോട് കൂടി അവരുടെ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള ആലോചന പോലും ഭരണകൂടത്തിന് ഉണ്ടാവാൻ പാടില്ല എന്നും അതിൽ നിന്ന് ഭരണകൂടം പിന്മാറണമെന്നുമാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. ഇത് സമൂഹത്തിലുണ്ടാക്കാൻ സാധ്യതയുള്ള ആശങ്ക, അരക്ഷിതാവസ്ഥ മറന്നുകൂടാ. അല്ലെങ്കിൽ തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില വർദ്ധിച്ചു. മരുന്നുകൾക്ക് പോലും മാർഗമില്ലാതെ ജനം വലയുകയും കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തിൻ്റെ ഏത് വകുപ്പെടുത്ത് നോക്കിയാലും അവിടെയെല്ലാം ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥത മൂലം, ഭരണം സുതാര്യമായി നടക്കാത്തത് മൂലം ജനം വലയുകയും എതിർക്കുകയും ഈ ഭരണകൂടത്തിനെതിരെ ജനം ശബ്ദിക്കുകയും ചെയ്യുമ്പോൾ അത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും വോട്ടായി പരിണമിക്കുകയും കൂടെ ചെയ്തിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇന്ന് ഈ ഭരണകൂടം അസംബ്ലിയിൽ പ്രതിപക്ഷത്തിൻ്റെ താൽപ്പര്യത്തെ, പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് ജയിലിൽ കഴിയുന്ന TP വധക്കേസിലെ കുറ്റവാളികളുടെ ശിക്ഷ ഇളവ് ചെയ്യുക എന്നുള്ള വസ്തുതയ്ക്ക് ആലോചനയുമായി മുമ്പോട്ട് ഇറങ്ങിയത് എന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ കുറച്ചു കാലം പബ്ലിക് പ്രോസിക്യൂട്ടറായി ജോലി ചെയ്തതാണ്. എത്രയോ ക്ലേശം സഹിച്ചാണ് പോലീസ് കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നത്. എത്രയോ കഷ്ടപ്പെട്ടാണ് അവർ കേസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ കേസ് തയ്യാറാക്കി പഴുതുകളടച്ച് കോടതിയിൽ എത്തിക്കുന്നത്. എത്രയോ പഠിച്ചിട്ടാണ് പ്രോസിക്യൂട്ടർ കേസ് നടത്തുന്നത്. എത്രയോ വിശകലനം ചെയ്തിട്ടാണ് ബഹുമാനപ്പെട്ട കോടതികൾ വിധികൾ എഴുതുന്നത്. ആ വിധികളെ മറികടന്നുകൊണ്ട് ജനം തിരഞ്ഞെടുത്ത സഭയാണ്, ജനത്തിൻ്റെ സഭയ്ക്ക് തീരുമാനിക്കാം എന്നുള്ള രീതിയിലോട്ട് കോടതികളുടെ ജോലിയെ കൂടെ കളിയാക്കുന്ന രീതിയിൽ, തീരുമാനങ്ങളെ കൂടെ കളിയാക്കുന്ന രീതിയിൽ ഭരണകൂടം തീരുമാനങ്ങൾ എടുക്കരുത് എന്നും അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ വളരെയധികം മോശമായി ബാധിക്കുമെന്നും അത് സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ, സുതാര്യമായ ഭരണത്തിന് ഒന്നും സഹായകമാവുകയില്ല എന്നും മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. നന്ദി.